അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് മസ്ജിദ് എന്ന് പറയപ്പെടുന്നത്. ഉസ്മാനുബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ജിദ്ദയെ മക്കയിലേക്കുള്ള ഔദ്യോഗിക തുറമുഖമായി പ്രഖ്യാപിച്ചത്. ചെങ്കടലിന്റെ തീരത്തെ മനോഹരമായൊരു നഗരമാണ് ജദ്ദ, അഥവാ ഇന്ന് നാം പറയുന്ന ജിദ്ദ. ആ പേരിന് മനോഹരമായൊരു കഥ പറയാനുണ്ട്. മുസ്ലിം വിശ്വാസികളുടെ വിശുദ്ധ നഗരമായ മക്കയിലേക്കുള്ള പ്രധാന കവാടമായി പൗരാണിക കാലം മുതലേ അറിയപ്പെട്ട നഗരമാണ് ജിദ്ദ. സൗദി അറേബ്യയിലെ ഏറ്റവും വലിയ തുറമുഖ നഗരവും കൂടിയാണ് ജിദ്ദ. ഗ്രാൻഡ് മദർ എന്നർത്ഥം വരുന്ന ജദ്ദ എന്ന അറബി പദമാണ് പിന്നീട് ജിദ്ദയായി മാറിയത്. ആദം നബിയുടെ ഭാര്യയായിരുന്ന ഹവ്വാ ബീവിയിലേക്ക് ചേർത്തിയാണ് ജദ്ദ എന്ന പേര് പറഞ്ഞു വന്നത്. അവരുടെ മക്ബറ ജദ്ദയിലാണെന്ന് പറയപ്പെടുന്നു. മത്സ്യബന്ധന ഗ്രാമമായി പിറവിയെടുത്ത ഈ ഗ്രാമം ചെങ്കടലിന്റെ വ്യാപാര പാതകളുടെ പ്രധാന കേന്ദ്രമായി വളർന്നതാണ് ചരിത്രം. യമൻ, ആഫ്രിക്ക, ഇന്ത്യ എന്നിവിടങ്ങളിലെ കപ്പലുകൾ ഇവിടെ നങ്കൂരമിടാറുണ്ടായിരുന്നു. ക്രിസ്തുവർഷം 647 മൂന്നാം ഖലീഫ ഉസ്മാനുബിനു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആണ് ജിദ്ദയെ മക്കയിലേക്കുള്ള ഔദ്യോഗിക തുറമുഖമായി പ്രഖ്യാപിച്ചത്. ഇത് ജിദ്ദയുടെ വളർച്ചയുടെ പ്രധാന വഴിത്തിരിവായിരുന്നു. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഹജ്ജ് കർമ്മത്തിനെത്തുന്നവർ ജിദ്ദ തുറമുഖത്തെയാണ് ആശ്രയിച്ചിരുന്നത്. ഇന്നും അത് തുടർന്നു വരുന്നു. നൂറ്റാണ്ടുകളായി വിവിധ ഇസ്ലാമിക ഭരണങ്ങളുടെ കീഴിലായിരുന്നു ജിദ്ദ. മക്കയും മദീനയും അനുബന്ധ സ്ഥലങ്ങളും കാണാൻ വേണ്ടിയാണ് ഞാൻ സൗദി അറേബ്യയിലെത്തുന്നത്. ജിദ്ദയിലെ കോർണിഷ് മസ്ജിദ് കാണാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ യാത്ര ചെയ്യുന്നത്. കോട്ടക്കൽ അൽ ഹിന്ദ് ഉംറ സംഘത്തോടൊപ്പമാണ് എൻ്റെ യാത്ര. യാത്രാ സംഘത്തെ നിയന്ത്രിക്കുന്നത് സുഹൃത്ത് ഫൈസൽ ഫൈസി സ്വാഗതമാടാണ്. സ്ഥിരമായി കോട്ടക്കൽ അൽ ഹിന്ദിലെ ഹജ്ജിലും ഉംറയിലും സേവനം ചെയ്യുകയാണ് അദ്ദേഹം. ജിദ്ദയുടെ പ്രധാന സവിശേഷതയാണ് ഈ കോർണിഷ്. ആധുനിക നടപ്പാതകൾ, കടൽ തീര ശില്പങ്ങൾ എല്ലാം കൊണ്ടും മനോഹരമാണ് ഇവിടെ. കോർണിഷിലെ പ്രധാന കാഴ്ചയാണ് ഈ മസ്ജിദ്. അൽ റഹ്മ മസ്ജിദ് എന്നാണ് ഈ പള്ളിയുടെ പൂർണ്ണമായ പേര്. ഫ്ലോട്ടിംഗ് മസ്ജിദ് എന്നാണ് ഈ പള്ളി അറിയപ്പെടുന്നത്. ചെങ്കടലിന്റെ തീരത്ത് വെള്ളത്തിൽ പൊങ്ങിക്കിടക്കുന്ന പോലെയാണ് ഈ പള്ളിയുടെ നിർമ്മാണം. അതുകൊണ്ടാണ് ഫ്ലോട്ടിംഗ് മസ്ജിദ് എന്ന് പറയപ്പെടുന്നത്. പൂർണ്ണമായും തൂണുകളിൽ നിർമ്മിച്ച ഈ പള്ളി വേലിയേറ്റ സമയത്ത് കടലിന്റെ നടുവിൽ പൊങ്ങിക്കിടക്കുന്നത് പോലെ തോന്നും. മനോഹരമാണ് ആ കാഴ്ച. വെള്ളനിറത്തിലുള്ള ആധുനിക ഇസ്ലാമിക ശൈലിയിലുള്ള നിർമ്മിതി, മനോഹരമായ താഴികക്കുടങ്ങളും മിനാരങ്ങളും. സൂര്യാസ്തമയ സമയത്ത് ചെങ്കടലിന്റെ പശ്ചാത്തലത്തിൽ ഈ മസ്ജിദ് അതിമനോഹരമായ കാഴ്ചകളാണ് സന്ദർശകർക്ക് സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ജിദ്ദയിലെത്തുന്ന സന്ദർശകർ ഫോട്ടോയെടുക്കാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലൊന്നാണ് ഈ കോർണിഷും പള്ളിയും. പ്രാർത്ഥനകൾക്ക് മാത്രമല്ല, വിനോദസഞ്ചാരികളും നാട്ടുകാരും സന്ദർശിക്കുന്ന ഒരു സാംസ്കാരിക അടയാളം കൂടിയാണ് ഈ ഫ്ലോട്ടിംഗ് മസ്ജിദ്. 1985 ആദ്യമായി ഈ പള്ളി നിർമ്മിക്കുന്നത്. 1989 അവാർഡ് ഫോർ ആർക്കിടെക്ചർ എന്ന പദവിയും ഈ പള്ളിക്ക് ലഭിച്ചു. 2400 ചതുരശ്ര മീറ്റർ വിസ്തീർണമുള്ള ഈ പള്ളി കടലിന്റെ ഉപരിതലത്തിൽ നിർമ്മിച്ച ലോകത്തിലെ ആദ്യത്തെ മസ്ജിദാണ്. അകത്തെ കാഴ്ചയും മനോഹരമാണ്. വൃത്താകൃതിയിലാണ് ഈ പള്ളിയുടെ ഉൾവശം. അകത്ത് നിസ്കാരം നടന്നുകൊണ്ടിരിക്കുന്നു. ഭിത്തികളിലും മേൽക്കൂരയിലും അറബി കാലിഗ്രാഫികളും ചിത്രപ്പണികളുമുണ്ട്. ഈ പള്ളിയിൽ നിന്നും നിസ്കാരം നിർവഹിച്ച് ഞങ്ങൾ പുറത്തിറങ്ങി. കോർണിഷ് മസ്ജിദിന്റെ പല ഭാഗങ്ങളിൽ നിന്നും മനോഹരമായ കാഴ്ചകൾ കാണുകയും ഒപ്പിയെടുക്കുകയും ചെയ്തു.
ജിദ്ദയിലെ അൽബലദ് എന്നൊരു പ്രദേശത്തേക്കാണ് ഇപ്പോൾ ഞങ്ങളുടെ വാഹനം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. യുനെസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ട പഴയ നഗരമാണ് സൗദി അറേബ്യയിലെ അൽബലദ്. അവിടെയാണ് തലവെട്ടിപ്പള്ളി എന്ന് മലയാളികൾക്കിടയിൽ പ്രസിദ്ധമായ മസ്ജിദുൽ ഖിസാസ് സ്ഥിതി ചെയ്യുന്നത്. പ്രതികാര നീതി എന്നാണ് ഖിസാസ് എന്ന പദത്തിൻ്റെ അർത്ഥം. ഇസ്ലാമിക നിയമപ്രകാരം ഖിസാസ് നടപ്പാക്കുന്നത് ഈ പള്ളിക്ക് സമീപത്ത് ആയതിനാലാണ് ഈ പള്ളിക്ക് ആ പേര് വന്നത് എന്നാണ് ചരിത്രകാരന്മാർ പറയുന്നത്. ജിദ്ദയിലെ ഏറ്റവും പഴക്കമേറിയ പള്ളികളിലൊന്നാണ് മസ്ജിദുൽ ഖിസാസ്. പഴയ ജിദ്ദ അൽബലദ് നഗരത്തിന്റെ വളർച്ചയോടൊപ്പം നൂറ്റാണ്ടുകളായി ഇത് വളർന്നു വരുന്നു. പല ഭരണകാലങ്ങളിലും ഈ പള്ളി നവീകരിക്കുകയും വികസിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒട്ടോമൻ ഭരണകാലത്തും പിന്നീട് സൗദി ഭരണകാലത്തും ഈ പള്ളി അറ്റകുറ്റപ്പണികൾക്ക് വിധേയമായിട്ടുണ്ട്. പരമ്പരാഗത ഹിജാസി ശൈലിയിലുള്ള വാസ്തുവിദ്യയാണ് ഇതിൻ്റെ പ്രധാന പ്രത്യേകത. കല്ലും പവിഴക്കല്ലും ഉപയോഗിച്ചുള്ള പഴയ നിർമ്മാണ രീതി, ലളിതവും ആത്മീയത നിറഞ്ഞതുമായ നമസ്കാര ഹാൾ. ഇന്നും മസ്ജിദുൽ ഖിസാസിൽ 5 നേരത്തെ പ്രാർത്ഥനകൾ വിപുലമായി നടക്കുന്നുണ്ട്. വെള്ളിയാഴ്ചകളിലെ ജുമുഅയും പ്രധാനമാണ് ഈ പള്ളിയിൽ. മുൻകാലങ്ങളിൽ ഈ പള്ളിക്ക് സമീപം ശിക്ഷകൾ നടപ്പാക്കിയിരുന്നു എന്നതിന് ചരിത്രപരമായ രേഖകളുണ്ട്. ഇന്ന് സൗദി അറേബ്യയിൽ അത്തരം ശിക്ഷകൾ പൊതുസ്ഥലങ്ങളിൽ നടപ്പാക്കാറില്ല. പഴയ കാലത്തെ ചരിത്ര സ്മൃതികളുടെ ഭാഗമായാണ് ഇന്നും ആ പേരിൽ ഈ പള്ളി അറിയപ്പെടുന്നത്. തൊട്ടടുത്ത മൈതാനത്തിലൂടെ ഞങ്ങൾ മുന്നോട്ട് നടന്നു. അൽ ഹിന്ദിന്റെ ഉംറ സംഘമാണ് ഇത്. ഹജ്ജൊഴികെ എല്ലാ സമയത്തും കോട്ടക്കൽ അൽ ഹിന്ദിന്റെ ഉംറ സംഘം സൗദിയിലെത്താറുണ്ട്. ഇനി ഞങ്ങൾ സന്ദർശിക്കാൻ പോകുന്നത് ആദം നബിയുടെ ഭാര്യയും ലോക മുസ്ലിമീങ്ങളുടെ മാതാവുമായ ഹവ്വ ബീവിയുടെ ഖബറിടമാണ്. ഇവിടെയാണ് ഹവ്വ ബീവിയുടെ ഖബർ സ്ഥിതി ചെയ്യുന്നത് എന്ന് പറയപ്പെടുന്നു. മറ്റ് നിരവധി ഖബറുകളും അതിനകത്ത് കാണാൻ കഴിയും. ഇക്കാരണം കൊണ്ടാണ് ജദ്ദ അഥവാ ഇന്നത്തെ ജിദ്ദ എന്ന പേര് വന്നത് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു. ജിദ്ദയിലെ കാഴ്ചകളും ചരിത്രശേഷിപ്പുകളും കണ്ട് ഞങ്ങൾ മക്കയിലേക്ക് യാത്ര തിരിച്ചു.